CM-നെയും DGP-യെയും കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയായിക്കൊള്ളാം. ആൻസിയെ പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് CM-നെ പോലുള്ളവരെ കാണുക സുസാധ്യമോ? ഫണ്ടിറക്കുന്ന ഞാനാണെങ്കിൽ അതിൽ എന്റെ ഇഷ്യൂ എന്റെ എയും വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഒരാൾക്കും വിശ്വാസമില്ല, പേരുദോഷമാവും പോലും. ആൻസിക്കെതിരെ FB പോസ്റ്റ് ചെയ്യാൻ അനന്തൻ തയ്യാറാകുമോ? തോന്നിയ അക്ഷരങ്ങൾ, ഒരു KK രാജീവ് പരമ്പര. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡി? ഓക്കേ, സൂപ്പർ ഓർക്കസ്ട്ര ജഡ്ജസ് റെഡി അല്ലേ? തുടങ്ങാം. എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യുന്നുണ്ടോ? പറയണ്ട ആവശ്യമുണ്ടോ? മുഖത്ത് നോക്കിയ പോരെ. അതല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. SP വെങ്കിടേഷ് സാറിന്റെ റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മുടെ മെബൂട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. മെബൂട്ടാ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. SP വെങ്കിടേഷ് സാറിന്റെ പാട്ടുകൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണല്ലേ? അത്രയധികം പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത്? ഇത് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. അതുകൊണ്ട് ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. മനോജേട്ടാ. മോനെ മെബിൻ. എന്തോ സാർ? കലക്കി. താങ്ക് യു സാർ. ഈ പാട്ടിൽ ആരാ അഭിനയിച്ചു? ഞാനിപ്പോ അഭിനയിച്ചത് ചോദിക്കുള്ളൂ. ആരാ അഭിനയിച്ചത്? മോഹൻലാൽ സാർ. വെരി ഗുഡ്. ഈ സിനിമ രാജാവിന്റെ മകൻ. യെസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമ. ഈ സിനിമയിലൂടെയാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് ഉയരുന്നത്. എനിക്ക് പെട്ടെന്ന് ആ കാലം, ഒരു 85 കാലം ഓർമ്മ വന്നു. കോട്ടയത്ത് അഭിലാഷ് തിയേറ്ററിൽ ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ പോയി ഈ പടത്തിന്റെ അഭിപ്രായം കേട്ട് പോയി കണ്ട് ത്രില്ലടിച്ചു. മോഹൻലാൽ പുതിയ അവതാരം മലയാള സിനിമയിലേക്ക്, പുതിയ ഹീറോ വരികയാണ്. എന്നിട്ട് ഞാനിപ്പോഴും ഓർക്കും, ഞാൻ എന്നിട്ട് പറയാം എൻ്റെ കൂട്ടുകാരൊക്കെ, എടാ നമുക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഇവിടെ ഉണ്ടാക്കണം കോട്ടയത്ത്. നമ്മൾ കുറച്ച് പേരെങ്കിലും ചേർന്ന്. അത്രയും ആവേശമായി പെർഫോമൻസ് കണ്ടിട്ടേ. അത്രയധികം വലിയ ഹിറ്റും ലാലേട്ടന്റെ ടെറിഫിക് പെർഫോമൻസ്. വിൻസെന്റ് ഗോമസ് ഓർമ്മ? ക്യാരക്ടറിന്റെ പേര് മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹിറ്റ് ഡയലോഗ്സ് ഉണ്ട്. അങ്ങനെ ആ കാലത്തേക്ക് മോൻ ഈ പാട്ടിലൂടെ എന്നെ കൊണ്ടുപോയി. ഒരുപാട് സന്തോഷം. SP വെങ്കടേഷ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഭീഷ്മാചാര്യ എന്നുള്ള സിനിമ, അതിനകത്ത് ഞാനും സിദ്ദിഖൊക്കെ അഭിനയിച്ചത്. അതിനകത്ത് ചന്ദനക്കാറ്റേ ഒരു പാട്ടുണ്ട്. ചന്ദനക്കാറ്റേ എന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഇത് നീ ലൈൻ ഓർമ്മയില്ല. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ. താങ്ക് യു. ജീവിതത്തിൽ പാടാത്ത പാട്ടാണ്. അതുകൊണ്ട് നന്നായി. അണ്ണാച്ചിയാണ് ഇതിന് കാരണം. ഞാൻ ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്ന. അതായത് കൊച്ചിൻ ഹനീഫിക്ക എന്റെ സംവിധായകൻ. അപ്പൊ SP വെങ്കടേഷ് സാർ മദ്രാസിൽ നിന്ന് ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടു. അവരങ്ങനെയല്ലേ ഇടുള്ളൂ. തമിഴിനായതുകൊണ്ട് ലിറിക്സ് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ചന്ദനക്കാറ്റേന്ന് പുള്ളി തന്നെ ഒരു ചുമ്മാ ഒരു ഇതിട്ട് തുടക്കം. ചന്ദനക്കാറ്റ് അത് നല്ലതാണല്ലോ എന്ന് അനീഫൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അത് കൊള്ളാലോ. അയ്യോ അതങ്ങനെ ഞാൻ ചുമ്മാ ഒരു ഡെമ്മി സാധനം ഇട്ടതല്ലേ, അത് വേണോ? അല്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് പറയാം. യൂസഫ് അലി സാറാണ് എഴുതുന്നത്, നമുക്ക് അത് കഴിഞ്ഞ് ബാക്കി പിടിക്കാൻ തോന്നും. അങ്ങനെയാണ് യൂസഫ് അലി സാർ അത് അക്സെപ്റ്റ് ചെയ്ത് വലിയ ഗ്രേറ്റ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കഥ അനീഫൊക്കെ പറഞ്ഞ ഓർമ്മ വന്നു. അങ്ങനെയാണ് ചന്ദനക്കാറ്റ് വന്നത്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ എത്രയോ നല്ല പാട്ടുകൾ. പാൽ നിലാവിലും ഒരു ഇല്ലേ, പാൽ നിലാവിലും ഒരു നൊമ്പരം, അത്ര മതി. അത് പിന്നെ എനിക്ക് വേറൊരു ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുണ്ട്, മമ്മൂക്കയുടെ കൗരവറിലെ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം. ഇല്ലേ, കേട്ടിട്ടില്ല? മോൻ കേട്ടിട്ടുണ്ടാ?
നല്ല അലിവുള്ള പാട്ടാ. അങ്ങനെ അലിവുള്ള ഒത്തിരി നല്ല സോങ്സ് ചെയ്ത ആളാണ് SP വെങ്കടേഷ് സാർ. അദ്ദേഹത്തിന്റെ പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. മോനത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയ പോലും കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സർ. നല്ല കോസ്റ്റ്യൂം, നല്ല സ്മാർട്ടായിട്ട് ഇൻസെർട്ട് ഒക്കെ ചെയ്ത് കലക്കി കേട്ടോ. താങ്ക് യു സർ. അപ്പൊ ഇനി അങ്ങോട്ട് തകർക്കട്ടെ. എല്ലാ പാട്ടും മോന്റെ നന്നായി വരട്ടെ കേട്ടോ. താങ്ക് യു സർ. പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനോജ് ചേട്ടാ. Thank you. Okay. ചേച്ചി മെബു എന്തോ സൂപ്പർ. താങ്ക് യു. ഇന്ന് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻ ഹരിഹർ നഗറിലെ ജഗദീഷ് ചേട്ടനൊക്കെ ഇങ്ങനെ വരും. എന്താ ഡോണ്ട് ദേ ലൈക്ക് അതെ അതുപോലെ ആരെങ്കിലും വളയ്ക്കാൻ വന്നതാണോ? ഫാൻസ് കൂടിയോ? ഇന്നെല്ലാം ചേച്ചിമാരാണ്. എന്തായാലും നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. ഇന്ന് വിണ്ണിലെ ഗന്ധർവ. ആഹാ, ഇന്ന് ഭംഗിയായിട്ടാ പാടിയത്. സൂപ്പർ. ശരിക്കും ഒരു ആക്ടർ. മനോജ് ചേട്ടനൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഭാവിയിലെ ആക്ടർ ആവും ചിലപ്പോ മെബിൻ അല്ലേ? ആ, നല്ലൊരു സാധ്യതയുണ്ട്. മനോജ് സാറിന്റെ വലിയ ഫാനാ. സത്യായിട്ടും എടാ മോനെ, ഇതുവരെ നീ ഇത് പറഞ്ഞിട്ടില്ലല്ലോടാ. നീ വേറെ പലരുടെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ഞാൻ വലിയ ഫാനാ. വലിയ ഫാനാണ്. ഒരാളെങ്കിലും മോനെ ഇവിടെ വന്നിട്ട് എന്റെ ഫാനാന്ന് പറഞ്ഞില്ല. വലിയ സന്തോഷമില്ലേ അതൊക്കെ? വലിയ കാര്യം. അപ്പൊ എന്റെ പാട്ട് ഏതെങ്കിലും മോൻ അറിയോ? ഞാൻ ആ പാടി അഭിനയിച്ചതിലും പാട്ട് ഇഷ്ടമുള്ള അന്തിക്കടപ്പുറത്ത്. ഞാനല്ല പരുന്നല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടവില് പള്ളിയുറങ്ങാൻ മൂപ്പരു പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? താങ്ക് യു മോനെ. ഡബിൾ താങ്ക് യു. രണ്ട് പാട്ട് പാടിയല്ലോ കേട്ടോ. ട്രിപ്പിൾ താങ്ക് യു സർ. ഓ മൈ ഗോഡ്. മെബു സ്കോറിംഗ്. മെബു പാട്ടിന്റെ കൂടെ ഡാൻസ്, അതെ, വായാടിത്തരം, അതെ, സ്റ്റൈല് എല്ലാം ഇങ്ങനെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിനൊക്കെയാണ് ഇനി ഫാൻസ് കൂടാൻ പോകുന്നത്. കോളേജിലേക്കൊന്നും ഇനി കാലെടുത്ത് വെച്ചാ മതി. മെബുവിന് ഭയങ്കര ഫാൻസ് ഉണ്ട് ചേച്ചി. ആണോ? അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വന്നിട്ട് Association ഓ? ഗോൾഡിന്റെ റിംഗ് ഒക്കെ കൊടുത്തു നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ട്. ആ ദേ ദേ ദേ. വാവ്. പക്ഷെ അപ്പൊ ആ ഫാൻസുകാർ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊല്ല മാലയോ വളയോ ഒക്കെ തരാം. ഓക്കെ, താങ്ക് യു മനോജ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ സുന്ദരനായ ഈ നടൻ ഇപ്പൊ ഒരു നടനോടൊപ്പം പാട്ടും പാടി. ഇനി എന്ത് വേണം? അപ്പം വിണ്ണിലെ ഗന്ധർവ നമ്മൾ അങ്ങോട്ട് പോയി. പക്ഷെ വിണ്ണിലെ ഗന്ധർവ അസാധ്യമായി പാടി. താങ്ക് യു മാം. നന്നായി പാടി. ചെറിയൊരു കാര്യം എനിക്ക് തോന്നിയുള്ളൂ, ചില ഭാഗങ്ങൾ മോനെ കേൾക്കുന്നില്ല, കുറച്ചുകൂടെ ലെവല് വേണം. അപ്പൊ ചില സംഗതികൾ വരുമ്പോഴത്തേക്ക് മോനത് പാടുന്നുണ്ട്, പക്ഷെ അത് വളരെ ലൈറ്റായിട്ട് അങ്ങ് വോയിസ് കേൾക്കാത്ത വിധത്തിലോട്ട് അങ്ങ് പോകുന്നു. അപ്പൊ പ്രസൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, വോയിസ് ലെവല്. സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്, ഒരു നമുക്കിങ്ങനെ ഓമനിക്കാൻ തോന്നുന്ന ഒരു ശബ്ദമാണ്. പക്ഷെ ആ ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ കുറച്ചുകൂടെ ആ ലെവൽ ഒന്ന് തന്നാൽ നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു എന്താ പാടുന്നത്. എന്നാലല്ലേ ഇതൊക്കെ വായിക്കാൻ പറ്റൂ അല്ലേ? നല്ല ഡെഡിക്കേറ്റഡ് സിംഗറാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത്. വോയിസ് ലെവൽ വല്ലാണ്ട് താന്നു പോകുന്നു ചില സ്ഥലങ്ങളൊക്കെ. ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കണം. ഓ ആ സ്പിരിറ്റ് ആണ്. മൈ ഗോഡ്, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ല അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നന്നാവട്ടെ. ഇനി കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഗംഭീരാവട്ടെ സെലക്ഷൻസും എല്ലാം. ആൻഡ് താങ്ക് യു SP വെങ്കടേഷ് സാറിന്റെ ഈ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജു ചേച്ചി. താങ്ക് യു മാം. ശരത് സർ. മക്കളെ, എന്തോ സർ? പിന്നെ നല്ല സുഖമുള്ള ഒരു പാട്ട് വെങ്കടേഷൻ ചെയ്ത എല്ലാ പാട്ടുകൂടി ഹിറ്റാടാ. എത്ര പാട്ടുകൾ വലിച്ചു വാരി സംഗീതം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാ. അത് പറയാതിരിക്കുക. അദ്ദേഹത്തിന് അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാര്യം എന്ന് പറഞ്ഞാൽ പാറു ഈ സാധാരണ ഉള്ള റീ റെക്കോർഡിംഗ് ആണെങ്കിൽ പാട്ട് റെക്കോർഡിംഗ് ഒരു 9 മണി വരെ തീർത്തിട്ട് പിന്നെ ഈ മറാത്തി ഫിലിം അതിൻ്റെയൊക്കെ റീ റെക്കോർഡിംഗ് ആണ്. രാവിലെ 4 മണി വരെ അങ്ങോട്ട്, പിന്നെ പോയി കുളിച്ചിട്ട് പല്ലും തേച്ചിട്ട് ഓടി വരും അടുത്ത റെക്കോർഡിങ്. അങ്ങനെ വർക്ക് ചെയ്തുള്ള ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ മക്കളും മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ കുറേ സന്തോഷം വെങ്കടേശന്റെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ. എനിക്ക് ആ പല്ലവിയുടെ എൻഡിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഒന്ന് പാടാമോ മക്കളെ? അത് ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു അത് ആ ക്രോമാറ്റിക് ഉണ്ടോ? പാടുന്നുണ്ടോ?
അപ്പൊ അത് ക്ലാരിറ്റി വേണ്ടടാ. ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. ഗുഡ് ഗുഡ് ഗുഡ്. മോനെ ഈ പാടുന്നതില് ഈ ക്രോമാറ്റിക്കിനൊക്കെ ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി. അതുപോലെ തന്നെ ചരണം നല്ലതായിരുന്നു മോനെ, എൻ്റെ പാടി നിർത്തിയത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം അത് നമ്മൾ ഈ ഫിലിം മക്കൾ കണ്ടിട്ടുണ്ടോ? രാജാവിന്റെ മകൻ ഞാന് ആ പാട്ടിന്റെ സീൻ കണ്ടിട്ടുണ്ട്. എടാ കൊച്ചെ, നീ കൊച്ചെ അവിടുന്ന് ഇത് കാണ്. ഇവിടെ ഇതൊക്കെ കാണേണ്ട പടമല്ലേ. നമ്മുടെ അണ്ണാച്ചി തകർത്ത് കീറി മുറിച്ച് വെച്ചേക്കുന്ന ഒരു ഫിലിമാണ്. ഞാൻ ഇന്നലെ ഇതിന്റെ കുറെ സീൻസ് കണ്ടു. അതെന്ത് രസമാണ്. മക്കളെ കാണും കേട്ടോ, ഇങ്ങനെയുള്ള ഫിലിമുകൾ കാണും, നമ്മൾ മിസ് ചെയ്ത് പോരുത്. എനിക്ക് വളരെ എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അണ്ണാച്ചി. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഫിലിമും ഞാൻ ചെയ്യാൻ പോകുന്ന അണ്ണാച്ചിയുടെ ഫിലിമാണ്. അപ്പം അതിലും കുറേ സന്തോഷം, അപ്പം മക്കളെ അത്ര ഉള്ളടാ ചക്കരെ, പോയി കിടന്ന് ഉറങ്ങും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ, മാർക്ക്. ശരത് സർ. യെസ്. മാർക്ക് ആർക്ക്? ഈ കുഞ്ഞിനോ? ആ മെബൂട്ടന് 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി മെബിൻ എന്തോ 8.5. താങ്ക് യു മാം. ചേച്ചി എൻ്റെ 2 പാട്ടും മോൻ പാടി തന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് 2 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്ക് പറയില്ല കേട്ടോ. ആ സ്നേഹം ഇന്നത്തുണ്ട്. താങ്ക് യു, താങ്ക് യു. വെളിയിലായി പോയിരുന്നത് സ്നേഹം കാരണം. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. മനോജേട്ടാ, കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, അടുത്തത് ഏത് റൗണ്ടാ? ശരത് അണ്ണാച്ചിയുടെ പാട്ട് എപ്പോഴാ വരുന്നത്? ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അന്ന് പിന്നെ അടുത്ത നമുക്ക് ശരത് സാർ റൗണ്ടിലേക്ക് പോവാം. ഉറപ്പായിട്ടും. ശരത് സംഗീതം റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ വൈഗക്കുട്ടി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈഗ. നാദം സമവേദാക്ഷരങ്ങൾ പൂത്തു നിൽക്കുന്ന മന്ത്രം മാത്രമാണെന്നിനാദം. ഏതോ ജന്മജന്മാന്തരങ്ങൾ പൂജ ചെയ്തോരു പുണ്യം പെയ്തതാണാത്മനാദം. വൈഗ എന്തോ ഓക്കെ അല്ലേ നിനക്ക്? ശരത് സാർ, ഇതെന്തത്? വൈകയോ? അല്ല പിന്നെ എന്ത് പാട്ട്? ഇത് ആ ഒരു ക്ലൈമാക്സിനോട് അടുത്ത ഒരു പാട്ടാണ് നമ്മുടെ ലാസ്റ്റ് പോർഷനൊക്കെ അവള് പറയാ വയറുവേദന എടുക്കുന്നത്. എന്താ മക്കളെ, അല്ല പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ടാണോ ഈ പാട്ട് പാടാൻ കയറിയത്? അല്ലല്ല, തില്ലാനും കഴിഞ്ഞപ്പോഴത്തേക്ക് വയറിന് കൊളുത്തി പിടിച്ചു. ഓക്കെ, സൂപ്പർ, അടിപൊളിയായിട്ട് പാടി. ശരത് സാർ മക്കളെ എന്തോ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ, താങ്ക് യു. കാര്യം ഒന്നാമത് പ്രധാനമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി പാടുക എന്ന് പറഞ്ഞാല് അതൊരിച്ചിരി കടുപ്പമാണ്. അപ്പൊ ആദ്യത്തത് ഇപ്പൊ തുടക്കം എന്ന് പറയുമ്പോ അത് മോക്ക് ഏത് രാഗമാണെന്നറിയാമോ? ശരത് സാറിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്. യാമി. യാമിയോ? യാമി അല്ലേ? മായിയോ? വരട്ടെ. മായി. മായു. കൂടുതൽ കുഴപ്പം. മായി. മായി. മായി തിരിച്ചിട്ടാ മതിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പൊ ഞാൻ ഫോർവേഡ് ചെയ്ത് റീവൈൻഡ് അടിച്ചപ്പോഴത്തേക്ക് യാമി ഞാൻ കേട്ടു, തിരിച്ചു കേട്ടു. ഓ നോ, അതിമനോഹരമായിട്ടുള്ള ഇന്റർനാഷണൽ ചളിയാണാ പറഞ്ഞത്. ആരും ചിരിക്കില്ല. കള്ളി മാമി. അത് വളരെ റെയർ രാഗമാണ് ഇതില്. കാര്യം നമ്മുടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാനാണെങ്കിൽ ഹംസനാദം എന്നുള്ള രാഗമുണ്ട്, അതിന്റെ വലിയ ഋഷഭത്തിന് വരെ ചെറിയ ഋഷഭം. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് അത് കണക്ട് ആവും. അതുകൊണ്ട് ഹംസനാദം അറിയാമോ? കാര്യം ചിലപ്പോൾ നമ്മൾ പാടി വരുമ്പോ അത് ദൈവത ആയിപ്പോ, ദൈവത ഇല്ല ഈ രാഗത്തിൽ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. കുറെ സന്തോഷം. താങ്ക് യു സാർ. പിന്നെ മോളെ, ഇത് നിൻ പ്രസാദം ഒന്ന് പാടാമോ?
ഇതു നിൻ പ്രസാദം കൃഷ്ണ. മോളെ ഏതു നിൻ പ്രസാദം കൃഷ്ണ, ഏതു നിൻ പ്രസാദം കൃഷ്ണ, ഇതു നിൻ പ്രസാദം കൃഷ്ണ. അതൊരു പ്രസാദം മോളെ, ഇതു നിൻ പ്രസാദം കൃഷ്ണ ഹരിമാധവ. നീ മാത്രമാണിന്നെന്റെ അഭയം. അഭയം അഭയം അഭയം. പിന്നെ കൃഷ്ണ 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 നവനീത കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ നവനീത കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ നീന കൃഷ്ണ കൃഷ്ണ നവനീത കൃഷ്ണ, നവനീത 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 കൃഷ്ണ. നൈസ് 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 മോളെ, അതൊക്കെ നല്ലതാ മോളെ. ഇത് രണ്ടാമത്തെ യൗവന ലഹരിയിൽ നിൻ തിരുനാമം പോലും അതൊന്ന് പാടാം. അടുത്ത ലൈൻ പാടാതെ എന്താണത്? യൗവന ലഹരിയിൽ നിൻ തിരുനാമം. മോളെ യൗവന ലഹരിയിൽ നിൻ തിരുനാമം, നിൻ തിരുനാമം പോൽ, നിൻ തിരുനാമം, നിൻ തിരുനാമം, മോളെ നിൻ തിരുനാമം പോലും പാടാതലയാൻ അടിയനു ഗതിന. ആ നോട്ട് പിടിക്കരുത്. ഗതിയായി ഗതിയായി ജസ്റ്റ് ത്രോ ഗതി. അത് നമ്മളങ്ങനെ കാണിക്കണ്ട. ഗതി എന്ന് പാടരുത്. ഇത് എനിക്കൊരു ഗതിയില്ലാതായി പോകും മോളെ. ഗതിയായി ഗതിമാക ആ മായില്ല, മാ അതല്ല ഉള്ളത്. ഗതിയായി 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 ജസ്റ്റ് ത്രോ ചെയ്താൽ ഗതിയായി. അത് ഗതി ആ നോട്ട് കൃത്യമായിട്ട് കാണിക്കാതിരുന്നാൽ മതി. പറഞ്ഞെന്നുള്ളൂ കേട്ടോ. മോള് പാടിയത് നല്ലതായിട്ടുണ്ട്. നൈസ്, വെരി നൈസ്. ഇത് എൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുഴപ്പമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ മോളെ. അതുപോലെ ചരണത്തിൽ നിൻ പ്രേമഭാവം അറിയാതകന്ന് അതൊന്ന് പാടാം. അത് പാടണ്ട, അത് ശ്രുതി ചേർന്നിട്ടില്ലായിരുന്നു മോളെ. പിന്നെ എനിക്ക് ആ തില്ലാനം ഒന്ന്, ആ വയറുവേദന എടുത്ത തില്ലാനം ഒന്ന് പാടിത്തരുമോ? ഒന്നുകൂടെ ആദ്യത്തെ തനും ധീരന തനും ധീരന തജണു തക ധീരന ധീരന തൃത്തില്ലാന മദനി. അത് ഇത് ലൈറ്റ് സ്വഭാവമാണ് ഇപ്പൊ നീ പാടുന്നത്. തനും ധീരന തജണു തക ധീരന ധീരന തൃത്തില്ലാന മദനി സ തകിടജം നിന്നി കിടജം തത തജം മജം തനും ധീരന. ഒന്ന് പാടാമോ? തനും ധീരന തജണു തക തനും ധീരന തജണു തക ധീരന 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 തൃത്തില്ലാന ധീരന ധീരന തൃത്തില്ലാന മദനി സ മദനി സ മദനി സ തകിടജം നിന്നി കിടജം ധദ്ധ തജം മമ്മ ജം തനും ധീരന. ഗുഡ്. ഉദനധീം ഉദനധീം തകിടതാം തില്ലാനനാദൃധീം ധീരന നിദമഗ സൗദനധീം തകിടതാം തില്ലാനനാദൃധീം ധീരന നിസ നിദമഗ സർവവിഘ്ന നിവാരണമൂർത്തെ. നിവാരണം വിഘ്ന നിവാരണമൂർത്തെ സർവവിഘ്ന നിവാരണമൂർത്തെ മൂർത്തെ മൂർത്തെ മൂർത്തെ
സമർപ്പിതം ഹരിതില്ലാന. വെരി ഗുഡ് മോളെ, അതെല്ലാം ഓക്കെ. കാര്യം ഈ തില്ലാനയുടെ ആ ലിറിക്ക് തെറ്റിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കാര്യം അതെന്റെ അമ്മ എഴുതിയതാ കേട്ടോ. ഓടിച്ചിട്ട് ഇടിക്കുന്നില്ല ഞാൻ, അതെന്റെ അമ്മ എഴുതിയതാ കേട്ടോ. ഇത് കൈതപ്രാണാച്ചയുടേതാണ് പാട്ട്. ഈ തില്ലാന പോർഷനിൽ ഇത് എഴുതി തന്നത് അമ്മയാണ്. അതുകൊണ്ട് അത് തെറ്റിച്ചാൽ എനിക്ക് ഞാൻ കോപിക്കും നിന്നോട്. ഞാൻ തെറ്റിച്ചില്ല. അപ്പൊ മോളെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് മോളെ ഇത് ഫൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. പക്ഷെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു ശരത് സർ. ചേച്ചി വൈഗ, എന്തോ മറ്റൊന്നും പറയാനില്ല, സൂപ്പറായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് സ്പെഷ്യലി ശരത് സാറിന്റെ പാട്ടുകള് ആര് പാടുമ്പോഴും അത് എടുക്കാൻ കാണിക്കുന്ന ധൈര്യമാണ് ഫസ്റ്റ് കയ്യടി പോകുന്നത്. രണ്ടാമത് ആ പാട്ട് മനോഹരമായി പാടി തീർക്കുക എന്നുള്ളതാണ്. അത് അതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നു. പക്ഷെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരേ ഒരു വികാരമാണ് സന്തോഷം. ഭംഗിയായിട്ട് പാടി വൈഗ. താങ്ക് യു. അപ്പോൾ വൈഗ, ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം ഈ ഒരു ഘട്ടം താണ്ടി ശരത് സാറിന്റെ പാട്ടുകൾ എന്നുള്ളൊരു റൗണ്ട്, അതിൽ ഒരു പാട്ട് പാടാൻ സാധിച്ചാൽ അത് നമ്മളെ മ്യൂസിക്കൽ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ റൗണ്ടില് ശരത് സാറിന്റെ ഒരു പാട്ട് പാടി. ഏതാ? അപ്പൊ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പാടാൻ പറ്റിയില്ല. ആണോ? അപ്പൊ വിചാരിച്ച പോലെ അത് മാക്സിമം അവൾ എന്നെ കൊന്ന് കൊല വിളിച്ച് മൂക്കി പഞ്ഞിയും വെച്ച് മറക്കാതെ. അപ്പൊ അതിന്റെ കേട് തീർക്കണമെന്നല്ല, അത് മാറ്റണമെന്നുണ്ടായിരുന്നു. അതേതായിരുന്നു പാട്ട്? അത് അരികിൽ നീ ഇല്ലെന്ന്. ഓ, അത് സാറിന് വിഷമായോ? വിഷമായി. ഇന്ന് സന്തോഷായോ? ഇന്ന് സന്തോഷം. അത് അന്ന് ഞാൻ മാനസികമായിട്ട് തകർന്നു. ഞാൻ കയറ് വരെ മേടിച്ചു, ആത്മഹത്യാന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഈ കൊച്ചിന് വേണ്ടി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഇത് ഗംഭീരായി, എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോള് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മനോജേട്ടാ, വൈകലക്ഷ്മി, എന്തോ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ ജീവിതത്തില്. ശരത്തേട്ടന്റെ പാട്ടുകൾ, നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടെടുത്ത് പാടണമെങ്കിൽ വലിയ റിസ്ക് ആണത്. ആ റിസ്ക് എടുത്ത് നമ്മളത് ഫിനിഷ് ചെയ്യുക, അത് വിജയപ്രദമായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അതിനേക്കാളേറെ വലിയ കാര്യം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായി പാടി മോള്. താങ്ക് യു സർ. കാരണം അതിന് ഈ പറഞ്ഞ ചെറിയ ചെറിയ മിസ്റ്റേക്സ് അദ്ദേഹം പറഞ്ഞു തന്നു. നമ്മളെ കൊണ്ടൊന്നും ജീവിതത്തിൽ ഇതൊന്നും എടുത്ത് തൊടാൻ പോലും പറ്റുകയില്ല, അങ്ങനത്തെ പാട്ടുകളാണ് ഇതൊക്കെ. പിന്നെ മോളുടെ അതേ അവസ്ഥയാണ്. ഈ രാഗം യാമിയാണോ മായിയാണോ, ഇതൊക്കെ ഞാൻ ഏത് പറഞ്ഞാലും വിശ്വസിക്കും. അതാണ് എന്റെ അവസ്ഥ. ഇതിനെക്കുറിച്ച് യാതൊരു പിടിപാടും എനിക്കില്ല. യാമി, ഓ യാമി ആയിരിക്കാം. അപ്പൊ കുറച്ച് ഇവിടുന്ന് മായി, ഓ മായിയാണ്, അപ്പൊ മായി. ഇനി കുറച്ച് വേറെ വല്ലതും പറഞ്ഞാൽ അതും ഞാൻ വിശ്വസിക്കും. അതാണ് എന്റെ അവസ്ഥ. അത്രയ്ക്കുണ്ട് എന്റെ സംഗീത ജ്ഞാനം. കാരണം സരിഗം പോലും പഠിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ ഇത്ര മനോഹരമായിട്ട് പാടുമ്പോൾ ഒക്കെ കേട്ടിങ്ങനെ ഭയങ്കര വായും വിളിച്ചിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ള സോങ് അല്ലേ, എന്ത് നന്നായിട്ട് പാടി, നന്നായി പാടി കേട്ടോ. ശരത്തേട്ടൻ്റെ കൂടുതൽ നല്ല പാട്ടുകൾ, കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളും പാടണം കേട്ടോ. ഇത് ഞങ്ങളെപ്പോലുള്ളവർക്ക് തൊടാൻ പറ്റില്ല. ഞങ്ങളെപ്പോഴും തൊടാനല്ല, കേൾക്കാൻ പറ്റുന്ന കൂടെ, അതായത് നല്ല ഇഷ്ടത്തോടെ കേൾക്കാൻ പറ്റുന്ന പാട്ട് വേറെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളും നമ്മൾ ചൂസ് ചെയ്ത് കൊണ്ടുവരണം. വേറെന്താ പറയാ, നല്ല കോസ്റ്റ്യൂം ഒക്കെ ആയിരുന്നു, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, പാട്ട് പോലെ തന്നെ. അപ്പോൾ ജീവിതത്തിലുടനീളം ഏറ്റവും നല്ല പാട്ടുകളുമായി നല്ല മ്യൂസീഷ്യനായിട്ട് വളർന്നു വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. മനോജേട്ടാ, അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്തൊരു സിനിമ ഏതായിരിക്കും? റിസ്ക് എടുത്ത് ചെയ്ത സിനിമ എനിക്കൊന്ന് അർദ്ധനാരി എന്നൊരു സിനിമയായിരിക്കും. നമ്മുടെ എം ജി എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് എന്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു എന്നെ എങ്ങനെയല്ല അതിനകത്ത് പിടിച്ചിടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഞാൻ അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ മാക്സിമം ശ്രമിച്ചു. കാരണം എനിക്ക് ആ ക്യാരക്ടർ എനിക്കത് പറ്റില്ല. കാരണം എനിക്കൊരു മാൻലി ഇമേജ് ഉള്ള ഒരു ആക്ടറാണ് ഞാൻ പോയിട്ട് എങ്ങനെ ഈ സ്ത്രൈണ സ്വഭാവമുള്ള, അത് സാരിയെ കൊടുത്ത് ഫുൾ ടൈം ഹിജറയാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ട് അങ്ങനെ ആയി പോയ ആൾക്കാരല്ല അത് അവരങ്ങനെ ഒരു വർഗമുണ്ട്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ അവതരിപ്പിക്കുക, അതും കേരളത്തിലെ ഷൂട്ട്, അയ്യോ ഒരിക്കലും പറ്റില്ല. എനിക്ക് ട്രിവാൻഡ്രത്ത് ആ ടൗണിൽ മെയിൻ പാളയം ജംഗ്ഷനിലൊക്കെ നിന്നിട്ട് അഭിനയിക്കുന്ന ആർത്തിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളിത് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കുമോ എന്ന് ചോദിച്ചു. അത് അങ്ങോട്ട് നമുക്ക് കൊച്ചി ചെയ്യാം. ഞാൻ കൊച്ചിയല്ല, കോഴിക്കോടല്ല, എവിടെ ഞാനില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ പറയാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ പോകണല്ലേ? ഞാൻ തെങ്കാശിയിലോ അങ്ങനെ, അല്ലെങ്കിൽ തഞ്ചാവൂരോ, അവിടെ ആകുമ്പോൾ അങ്ങനെ ആരും പ്രശ്നമില്ല, തമിഴ്നാട്ടുകാർ കുഴപ്പമില്ല. അങ്ങനെ തെങ്കാശി കൊണ്ട് ഷൂട്ട് വെച്ചു. അങ്ങനെ എടുത്ത അല്ലെ അഭിനയിച്ച ഒരു സിനിമയാണ്
ഞാനെടുത്ത ഏറ്റവും വലിയ റിസ്കി ഒരു ഫാക്ടറാണ് ഈ സിനിമ, ഈ കഥാപാത്രം. അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വേറെ ഒരുപാടുണ്ട്, എല്ലാം റിസ്ക് എടുത്ത് ചെയ്ത് തന്നെയാണ്. എല്ലാം ഒന്നും ഈസിയല്ല. ഒരു കഥാപാത്രങ്ങൾ ഈസിയല്ല. ഇപ്പൊ കുട്ടന്തം വരാൻ ഈസിയാണോ? ദിഗംബരൻ ഈസിയാണോ? അല്ല, ഒട്ടുമില്ല. പഴശ്ശിരാജയിൽ തലക്കൽ ചെന്ന് ഒട്ടും ഈസിയല്ല. അപ്പൊ എന്നാലും കുറച്ചുകൂടെ എനിക്ക് മാനസികമായിട്ട് എന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയ ഒരു ക്യാരക്ടർ അർദ്ധനാരിയിലെ ആ ക്യാരക്ടറായിരുന്നു. താങ്ക് യു. പക്ഷെ മനോജേട്ടൻ ആക്ടർ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താണ്? പിള്ളേര് ബാക്ക് സ്റ്റേജിൽ ഭയങ്കര ആക്ടിങ് ആ. ചില സിനിമയിലെ സീൻസ് ഒക്കെ എടുത്തിട്ട് ഇവർ അഭിനയിക്കും. പ്രത്യേകിച്ച് വൈഗ അതിന് മുൻപന്തി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആണല്ലേ? ഏതാണ് സിനിമ? ഏത് സിനിമയില്? കൊറേ സിനിമകൾ ചെയ്യാറുണ്ട്. നിങ്ങളെ ബാക്കിൽ ഇങ്ങനെ ഓരോ സീൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും. പക്ഷെ കുറച്ചു നാൾ മുന്നേ ചമയം എന്ന് പറഞ്ഞ മനോജേട്ടൻ ആ മൂവിയിലെ ഒരു സീൻ ഇവരിങ്ങനെ ചെയ്യായിരുന്നു. നമുക്കതിപ്പോ മനോജേട്ടൻ ഇരിക്കുമ്പോ ചെയ്താലോ? അത് രാജഹംസം എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സീനില്ലേ, ഡയലോഗ് പറയുന്നത്? അതിങ്ങനെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. രാജകുമാരിയാണ്, രാജകുമാരനെ വിളിക്കാം. കുമാരനെ വിളിക്കാം. ആര് വേണം? മനോജേട്ടന്റെ ആ ഒരു മനോജേട്ടൻ തന്നെയാലോ? ഗ്രൂപ്പിന് വിടാന്നൊക്കെ. അത് അടിമയും രാജകുമാരിയും എന്ന് പറയുന്ന നാടകമാണ്. അതിൻ്റെ അകത്ത് അടിമയായിരുന്നു ഞാൻ. ഒരു ചാക്കൊക്കെ എന്റെ ദേഹത്തൂടെ ഇട്ട്, ചാക്കാണ് എന്റെ ഡ്രസ്സ്, ചാക്കുകൊണ്ട് തയ്പ്പിച്ച കുപ്പായം അതിട്ടിട്ട് തലയൊക്കെ മുടിയൊക്കെ നീട്ടി വളർത്തി തലയുടെ കെട്ടൊക്കെ കെട്ടി അങ്ങനെ അടിമയായിട്ടാണ് എന്നത് ഭരതേട്ടൻ കാണിച്ചിരിക്കുന്നത്. മറ്റേ രാജകുമാരി രാജകുടുംബത്തിലെ അംഗമായിട്ട്. എന്നാ അടിമയെ നമുക്ക് വിളിക്കാം. ബദ്രി അവനാണ് ഇവിടുത്തെ അടിമ. അടിമേ ഇത് അണ്ണാച്ചി കോസ്റ്റ്ലി ചാക്ക. ബദ്രി എന്തോന്നടേ നീ ഇങ്ങനെ? നീ ശരത് സാറിന്റെ പാട്ടൊക്കെ പാടി പോയത് ചാക്കാണോ? അത് പാടിയതോടെ ആരോ പോലീസ് ചാക്കാണോ? സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാം. അടിപൊളി. എന്നാ പിന്നെ തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ രാജകുമാരിയൊക്കെ റെഡി ആയിട്ട് നിക്കാണ്. രാജാവ് റെഡിയല്ലേ? റെഡി ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഇത് മുരളിച്ചേട്ടന്റെ ഡയലോഗാണ്. ഞാൻ നോക്കാം. ഒരു വലിയ കൈയടി കൊടുത്തേ അവർക്ക്. യെസ്. യൂദായ നാട്ടിലെ ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ, എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. ബദ്രി എനിക്ക് ഞാൻ മുരളിച്ചേട്ടാ എന്നോട് ക്ഷമിക്കണേ. അങ്ങയുടെ ഡയലോഗ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയാം. എനിക്കറിയത്തില്ല. എന്റെ ഡയലോഗ് കാണാ ചങ്ങായി കയറി പറഞ്ഞു. എനിക്ക് അത് മുഴുവൻ കാണപ്പാടാ. അത് എന്റെ ഡയലോഗല്ലേ. പക്ഷെ അത് നന്നായി ചെയ്തു. കറക്റ്റ് ടൈമിംഗ്. രണ്ടുപേരും അടിമ എന്നാ ഇനി പോയി റെസ്റ്റ് എടുത്തോളൂ. താങ്ക് യു. അടിമയ്ക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. അടിമയ്ക്ക് സ്ഥിരം കോസ്റ്റ്യൂം ആക്കാവുന്നതാണ്. അടിമയ്ക്ക് കോസ്റ്റ്ലി അടിമ, നല്ല ഡ്രസ്, മഴക്കാലത്ത് കറക്റ്റാ അല്ലേ? രാജകുമാരിക്ക് മാർക്ക് വേണ്ടേ? ചോദിക്കാം. ശരത് സർ. രാജകുമാരി, എന്തോ നിനക്ക് ഞാനൊരു 8.7 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. രാജകുമാരിക്ക് ഞാൻ വാരിക്കോരി 9 തരുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു. മനോജേട്ടാ, രാജകുമാരിയുടെ മാർക്ക് അടിമയുടെ സ്വന്തം രാജകുമാരി അല്ലേ? ഓ,
അതുകൊണ്ട് സ്പെഷ്യൽ മാർക്കുണ്ട്. ആഹാ. പിന്നെ കണ്ടോളൂ. ഓക്കെ, താങ്ക് യു സർ. സോ ടോട്ടൽ 17.7. ഓക്കേടാ. അടുത്തതായി ഒരു ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, പാടാൻ വരുന്നു നമ്മുടെ അമയ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അമയ. नशे दिया पुड़िया, ये मुंडे गली दे गुंडे, नशे दिया पुड़िया, गली दे गुंडे। मेहंदी लगा के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे गोरी आएंगे तेरे सजना। लगा के रखना, डोली सजा के रखना, ओ हो, ओ हो। सेहरा सजा के रखना, चेहरा छुपा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना, ये दिल की बात अपने दिल में दबा के रखना। सेहरा सजा के रखना, चेहरा छुपा के रखना, मेहंदी लगा के रखना, डोली सजा के रखना। होय होय होय, होय होय होय। उड़ के तेरी जुल्फें करती है क्या इशारे, दिल थाम के खड़े हैं आशिक सफे कवारे। छुप जाए सारी कुड़ियां घर में शर्म के मारे, गाँवों में आ गए हैं पागल शहर के सारे। नजरें झुका के रखना, दामन बचा के रखना, नजरें झुका के रखना, दामन बचा के रखना, लेने तुझे गोरी आएंगे तेरे सजना। मेहंदी लगा के रखना, डोली सजा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना। जवान लड़का तू एक हसीन लड़की, ये दिल में चल गया तो मेरा कसूर क्या है। रखना था दिल पे काबू, ये हुस्न तो है जादू, जादू ये छाया तो मेरा कसूर क्या है। रास्ता हमारे तक ना दरवाजा खुला रखना, रास्ता हमारे तक ना दरवाजा खुला रखना, ये दिल की बात अपने दिल में दबा के रखना। कुछ और अब न कहना, कुछ और अब न करना, कुछ और अब न कहना, कुछ और अब न करना, ये दिल की बात अपने दिल में दबा के रखना। मेहंदी लगा के रखना, डोली सजा के रखना, शाबा शाबा
ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. ഡാൻസ് ഒക്കെ പഠിച്ചുല്ലേ ഷാഹുലേട്ടൻ? പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുമ്പോൾ നിനക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. അറിയില്ലായിരുന്നു അതിന്റെ ഒരു ടെൻഷൻ. എന്നാലും കാജു മാമിന്റെ പോലെ ഇതുപോലെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് അല്ലേ ചേച്ചി? കറക്റ്റ് കളറും കറക്റ്റ് കളറ്. ഈ കളറ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട് കിട്ടും. എങ്ങനെയാ അപ്പൊ എന്ത് ചെയ്തു? ഈ പച്ച കിട്ടാൻ പാടായിരുന്നു. മക്കളെ സ്റ്റുഡിയോയിൽ ചോദിച്ചാൽ മതി. ഈ ഗ്രീൻ മാറ്റ് ഞാൻ ശരി ഡൈയില് മുക്കിയെടുത്തതാണോ? അല്ല, പക്ഷെ കൊള്ളാം. കറക്റ്റ് കളറ്. അതുപോലെ ഡ്രസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെ. ആർക്കാണ് ക്രെഡിറ്റ് മുഴുവൻ? ശരണി. അച്ഛന് ഡ്രസ്സിന്റെ ക്രെഡിറ്റ് ശരണ്യക്ക്. ഒരു പച്ചയായ മനുഷ്യനാണ് അച്ഛൻ. ഓർണമെന്റ്സ് അച്ഛൻ എടുത്തു തന്നു. ഇല്ലേ മോളെ? മോടെ അച്ഛൻ ഒരു പച്ചയായ മനുഷ്യനാണ് അല്ലേ? നല്ല മനുഷ്യനാണ്. അതാണ് അതിന്റെ അർത്ഥം. പച്ചയല്ലേ ഈ പച്ച? അത് വേറെ പച്ച. പാട്ട് തെറ്റിച്ചാൽ പച്ചയായിട്ടെല്ലാം പറയുകയും ചെയ്യും അല്ലേ മക്കളെ? അതെ, പച്ചക്ക് പറയും. ഓക്കെ അമ്മയാ, ചോദിച്ചു നോക്കാം. മഞ്ജരി ചേച്ചി, യു വേർ ലിറ്ററലി എൻജോയിങ്. ഐ ലവ്ഡ് ഇറ്റ്. കോറസ് ഒക്കെ ചേച്ചി ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു. ഫുൾ ടൈം. ഇതൊക്കെ ഞങ്ങളുടെ ആ ഒരു സ്കൂൾ ടൈമിലുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരിക്കും അതിലേക്കൊക്കെ ഈ ഷാറുഖ് ഖാൻ, ആ സമയൊക്കെ നമ്മള് വല്ലാണ്ട് ഒരു ആവേശം കൊള്ളുന്ന ഒരു സമയം അത്. തുझे देखा तो ये അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ നമുക്കൊരു ഇപ്പോഴും ആ മനുഷ്യൻ ഇപ്പോഴും എന്തൊരു ഹാൻസം, എന്തൊരു ചാമിങ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ആൾക്കാരൊക്കെ ആ സൗന്ദര്യം, ആ സ്റ്റൈലും. ഇപ്പൊ ഉങ്ങളെ വിട്ട് പോകലെ എന്ന് പറയുന്ന രജനി സാറിന്റെ ഡയലോഗില്ലേ? പാട്ടുകൾ, അദ്ദേഹം അഭിനയിച്ച എല്ലാ പാട്ടുകളും അത്രയും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അതിലെ ഒന്ന് എല്ലാ കല്യാണ വേദികളിലും ഡാൻസ് ചെയ്യപ്പെടുന്ന ഒരു പാട്ടാണ്. മെഹന്തി ലഗാ കെ രഖന ഡോലി സജാ കെ രഖന. അറിയോ പാട്ടിന്റെ അർത്ഥം? മൊത്തം അറിഞ്ഞിട്ടാണ് പാടിയത്. മൈലാഞ്ചി മൈലാഞ്ചി കൽത്തളക്ക് മൈലാഞ്ചി ഇട്ട് വെക്കാൻ. മെഹന്തി പെട്ടെന്നല്ല റെഡി ആയിക്കോ, ഇപ്പൊ വരും ആള് കൊണ്ടുവരുന്ന. എന്തായാലും ഈ പാട്ട് മോളൊരു സൂപ്പർ സെലക്ഷൻ ആണ്. കാരണം ഇതൊരു ഹാങ് ഓവർ പോലെയാണ് ഈ പാട്ട്. ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും വന്ന് പാടുന്നത് വരെ ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു എന്താണ്, തുള്ളി തിമിർത്ത് ആർത്തുല്ലസിക്കാൻ പറ്റിയൊരു പാട്ടാണ്. മോള് ഇതിൽ പാടിയതിനകത്ത് ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഒരു ഡാൻസ് ചെയ്തപ്പോൾ പറ്റിയ സ്ലിപ്പാണോ എന്തോ വെള്ളമിറക്കിപ്പോയതാണോ എന്തോ ഒരു സംഭവം നടന്നല്ലോ. ജാദു യെ ചൽ ഗയാ ഹേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചരണം ലാസ്റ്റ് ഫിനിഷിംഗ് ആയപ്പോഴത്തേക്ക് ഈ ജാദു യെ ചൽ ഗയാ തോ ഇത് അവിടെ എന്തോ സംഭവിച്ചു. അത് ഫുള്ളായിട്ട് പാടിയില്ല. അവിടെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് നടന്നു. സ്റ്റെപ്പിന്റെ ഇടയിൽ ആയതുകൊണ്ടാണോ അത് എന്തോ എനിക്കറിയില്ല. അതെവിടെയായിരുന്നു? ഞാനെല്ലാം മറന്നുപോയി. നന്നായിരുന്നു മോളെ. എന്തായാലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒന്നാമത് ഭാഷ, അറിയാത്ത ഭാഷ ഇങ്ങനെ കംപ്ലീറ്റ് പഠിച്ച് തലയിൽ കയറ്റി നോക്കാതെ പാടണം അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡാൻസും എന്തൊക്കെ എഫേർട്സ് അവരെടുക്കുന്നല്ലേ? ഡ്രസ്സ്, അതേ കോസ്റ്റ്യൂം, അത് തപ്പി നടന്ന് തന്നെ പകുതി സമയം പോയി അല്ലേ? പക്ഷെ എന്തുകൊണ്ടും അതൊരു നല്ലൊരു ഹാർഡ് വർക്കാണ്. കാണാനുണ്ടത്. ഇരുത്തം മുട്ട് പൊട്ടിയോ? ഇവിടെ ചെറിയൊരു വേദന ചെറിയൊരു വേദന. അത് തീർന്നല്ലോ പാട്ട്, അതുകൊണ്ട് ഇനി വീണാലും കുഴപ്പമില്ല. പിന്നെ എണീക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇവരുടെ കൊറിയോഗ്രാഫർ ഈ ലാസ്റ്റിൽ ഇവർക്ക് ഒരു ഒരു സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെയാണ് ഈ കുട്ടി, ഇത് ഇങ്ങനെയാണ് അല്ലേ? അല്ലേ? എൻജോയ് ചെയ്തോ? നമ്മളാണ് ആക്ച്വലി ആദ്യം എൻജോയ് ചെയ്യണ്ടേ പാടുമ്പോ. എൻജോയ് ചെയ്തോ? ഇത് ബുദ്ധിമുട്ട് എന്താ അറിയോ? ഇത് രണ്ടുപേര് പാടിയ പാട്ടാ, ഒറ്റയ്ക്ക് നിന്നിട്ട്. ഇത് ശ്വാസം വിടാണ്ടാണ് ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാ. എന്നാലും നന്നായി പാടിമോളൂ. ആ ഒരു ചങ്കുറ്റത്തിന്, എന്റെ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കാണാത്ത ആ ചങ്കുറ്റത്തിന് ഞാൻ വലിയൊരു കൈയടി തരുന്നു. താങ്ക് യു മാം. ചേച്ചി പോയ സമയങ്ങളിൽ ലാസ്റ്റ് പ്രീ ക്വാർട്ടറിലെ ടോപ്പറാണ്. ഫാന്റാസ്റ്റിക്. അത് തന്നെ കീപ്പ് ചെയ്യുക. ഇനിയും മുന്നോട്ട് ഇനിയും നല്ല നല്ല പാട്ടുകൾ, അതായത് ഇതുപോലത്തെ ഹരം കൊള്ളിക്കുന്ന പാട്ടുകൾ കൊണ്ടുവരാം. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. മക്കളെ എന്താ സാർ നന്നായിട്ട് പാടിയടാ. ഈ ഒരു കാലത്ത് ഈ പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയാലും, മരണ വീട്ടിൽ പോയാൽ ഈ പാട്ട് കേൾക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ പാട്ടിന്. അത്ര ഭീകര ഹിറ്റായിരുന്നു. മോളെ ഇത് ആരൊക്കെയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കട്ടെ. മ്യൂസിക് ജതൻ ലളിത് സാറ്,
പിന്നെ ലിറിക്സ് ആനന്ദ് ഭക്ഷി സാറ്, പിന്നെ സിനിമ ദിൽ വാലെ ദുൽഹനിയ ലേ ജായേംഗെ. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചത് ഷാരൂഖ് ഖാൻ സാറും പിന്നെ കാജൽ മാമും, പിന്നെ പാടിയത് ഉദിത് നാരായൺ സാറും പിന്നെ ലതാ മങ്കേഷ്കർ മാമും. മോളെ നന്നായിട്ട് പാടിയതാ, എല്ലാം നല്ല. എനിക്ക് പ്രത്യേകിച്ച് നീ ആ പല്ലവിയുടെ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് ആകെ ഉള്ള ഒരു ചേർച്ചക്കുറവ് മോളെ ഈ അനുപല്ലവി ചരണത്തിലും ആ നോട്ട് പഞ്ചമാണോ അത് കൃത്യമായിട്ടത് 1-2 സ്ഥലത്തെ അത് ചേർന്നുള്ളൂ, ബാക്കി എല്ലാം ഇച്ചിരി ഫ്ലാറ്റായിരുന്നു. നമുക്കത് മനസ്സിലായോ? നമുക്ക് തുടക്കം 2 ലൈനൊന്ന് പാടിയാലോ? അനുപല്ലവി ചരണം ഓട്ടോ വരും. അതെപ്പോഴും നോക്കിക്കോളൂ, അത് അങ്ങോട്ട് കാര്യം സസ്റ്റൈനും ഉണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ മാക്സിമം ചേർക്കണം. കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളുടെ ചെവിയൊക്കെ നല്ല എന്താ പറയണ്ടേ വൃത്തിയായിട്ട് കേൾക്കും. അപ്പോൾ നമ്മൾ പാടുന്നതും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. നമുക്ക് കുറച്ചൊരു പ്രായമാകുമ്പോഴാണ് ചെവിക്കൊക്കെ പ്രോബ്ലം ഒന്നും ശരിക്കും കേൾക്കത്തില്ല, കേട്ടാൽ തന്നെ നേരെ പാടാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വെച്ച്. ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല മോളെ, ബാക്കിയൊക്കെ നന്നായിരുന്നു. എനിക്ക് ആ പൊത്തോന്ന് വീണതൊഴിച്ച് അതെന്താ സംഭവിച്ച മോള്? ഇങ്ങനെയല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തേ. ആദ്യം കൈ കുത്തണായിരുന്നു, മുട്ട് കുത്തി. കൈ കുത്താൻ ഞാൻ മറന്നുപോയി. മക്കളെ അങ്ങനെ ഒന്ന് കാണിക്കാമോ? ആദ്യം കൈ കുത്തിയിട്ട് ഒന്ന് വീഴാമോ? അനൂപേ, അവർക്ക് വീഴാൻ പറ്റിയ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്ക്. ഇപ്പോഴും മോളെ ആദ്യം മുട്ട കുത്തിയത് നീ, പക്ഷെ കൈ കുത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അത് മറ്റേ പുഷപ്സ് എടുക്കുന്ന പോലെ ഇരിക്കത്തില്ലേ? അല്ല, ഈ പാവാടയും വെച്ചോണ്ട് എങ്ങനെ ആദ്യം കൈ കുത്തുന്നത്? പറ്റത്തില്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് മോളെ. കൈ കുത്തുന്നത് പ്രയാസം. കൈ മാത്രം കുത്തി ഇരിക്കേണ്ടി വരും. എക്സ്പ്രഷൻ ഇങ്ങനെ അത് ഇങ്ങനെ അങ്ങ് ഇരിക്കേണ്ടി വരും. അല്ല, ഒരു കൈ മൈക്ക് ഇരിക്കല്ലേ, എല്ലാം കൂടെ പറ്റത്തില്ല, അല്ലേ പാടാ. അതൊക്കെയാലും മോളെ കൊള്ളായിരുന്നു കേട്ടോ. നിന്നെ കണ്ടൊരു പച്ച തത്തമ്മയെ പോലെ സുന്ദരിയായിരുന്നു. അത് നല്ലതായിരുന്നു മോളെ, ബാക്കി എല്ലാം നന്നായി. ഈ ഒരു ശ്രുതിയുടെ കാര്യം മാത്രം മോളൊന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ, വേറൊന്നും ഇല്ല. പച്ചപ്പനന്തത്തെ പൂമുത്തെ അച്ഛന്റെ ഇല്ലേ പച്ചയായ മനുഷ്യന്റെ മകളാണ്. അപ്പം മോളുടെ നാട് എവിടെയാ? ഇവിടെ തന്നെ, എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് തന്നെയല്ലേ? എറണാകുളം സ്ലാങ് അങ്ങോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. നന്നായി പാടി. അമ്മയ്യ അരുൺ അച്ഛൻ എന്ത് ചെയ്യുന്നു? അരുൺ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒമാനിലായിരുന്നു, ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അമ്മ ഒമാനിൽ ഇപ്പൊ. ഓ ശരി. നിങ്ങൾ അവിടെ മോളെവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ? ജനിച്ചത് ഇവിടെ, പിന്നെ 1ാം ക്ലാസ് വരെ ഒമാനിലേക്ക് പോയി. ആണോ? അറബ് പാട്ടൊക്കെ പാടുവോ? അറബ് സോങ്സ് ഒക്കെ പാടുവോ? അറബി അറിയോ? കുറച്ച് ഇല്ല, ഒട്ടും അറിയില്ല. അവിടെ ഞാൻ മലയാളം തന്നെ എടുത്തേ. ആണല്ലേ? ഈ പാട്ട് അണ്ണാച്ചി പറഞ്ഞ പോലെ ആ കാലത്ത് ഈ എവിടെ ചെന്നാലും ഈ പാട്ട് കേൾക്കാനുള്ളൂ. പിന്നെ അതിനകത്ത് മറ്റു ഷാരൂഖ് ഖാൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ടല്ലോ, അതും. ഈ 2 പാട്ട് എവിടെ ചെന്നാലും കേൾക്കാം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ. അത് വീണ്ടും ഈ വേദിയിൽ വന്ന് മോള് പാടുമ്പോൾ പഴയ ഓർമ്മകൾ കോടി വന്നു. മോള് ദസലായിട്ട് പാടി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ലാസ്റ്റ് മോളുടെ കൊളീഗ്സ് സാബ ഗ്രൂപ്പ് നന്നായിട്ട് പാടി. മോള് ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അതോ മലയാളം ഇഷ്ടം ആണോ? ഇതിനകത്ത് വേറൊരു പാട്ടില്ലേ ദിൽവാലേക്കകത്ത്, അതേതായിരുന്നു? അത് പാടാറുണ്ടോ? ഒട്ടും പാടുന്നുണ്ട്. ഉണ്ടല്ലേ? വേറെ പാടുന്നുണ്ട്. അതിന് കോറസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കോറസ് സമയത്ത് മോളെ കാണാം. അപ്പൊ സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. മോൾക്ക് കൂടുതൽ നല്ല പാട്ടുകൾ പാടി ഏറ്റവും ഉയരങ്ങളിലെത്തട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. സാറിന്റെ ഒരു പാട്ട് എനിക്ക് ഇവിടെ പാടണമെന്ന് ആഗ്രഹം. അതേതായിരുന്നു മോളെ? ഓളങ്ങളെ ഓടങ്ങളെ. ഉയ്യോ, സലിൽദ, ദ ഗ്രേറ്റ് സലീൽ ചൗധരിയുടെ സാറിന്റെ റൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർവണ പാടിയ പാട്ടായിരുന്നു. ഞാനിവിടെ ഇല്ലാത്തപ്പോഴും എന്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ശരിയാ, മഞ്ജരി പറഞ്ഞു ശരിയാണ്. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഓ സന്തോഷം. സലിൽദയുടെ മ്യൂസിക്, ONV സാറിന്റെ വരികൾ, പാടിയത് ചിത്ര ചേച്ചിയാണ്. അതിനകത്ത് മനോഹരമായ വേറൊരു പാട്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടി, കാതിൽ തേന്മഴ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം. സലിൽ ചൗധരിയുടെ അവസാന സിനിമയാണ് തുമ്പോളിക്കടപ്പുറം. ജയരാജായിരുന്നു സംവിധായകൻ. ദാസേട്ടൻ പാടിയ പാട്ട്. പിന്നെ അതിനകത്ത് ആരും പാടാത്ത വേറൊരു പാട്ടുണ്ട്, ഇതാരോ ചെമ്പരുന്തോ എന്നൊരു പാട്ടുണ്ട്.
ഇതാരോ ചെമ്പരുന്തോ പറക്കും തോണിയായി മേലേ വടക്കൻ കാറ്റുമൂളി കടൽ പൊന്മുത്തു കോരാൻ വാ ചാകര കൊയ്ത്തായി ഹൊയ്യ ഹൊയ്യ ഹൊയ് ഹൊയ്യ ഹൊയ്യ ഹൊയ് ഏഹേ ഇതാരോ ചെമ്പരുന്തോ പറക്കും തോണിയായി മേലേ വടക്കൻ കാറ്റുമൂടി കടൽ പൊന്മുത്തു കോരാൻ വാ ചാകര കൊയ്ത്തായി. അങ്ങനെ പാട്ടുണ്ട്. ചാകര വന്നേന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള ഒരു പാട്ടുണ്ട്, അതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി യെസ് മാർക്ക്. മക്കളെ എന്താ സാർ? 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.7. ഓ താങ്ക് യു സാർ. സാറോ? താങ്ക് യു മാം. ഓക്കെ. തന്നെ ചേട്ടാ പച്ചപ്പരന്തത്തെ എന്നാരെന്താ എന്റെ സ്നേഹമാണ്. ഓക്കെ, സോ ടോട്ടൽ 17.4. ഓക്കെ, അങ്ങനെ ഈ ഒരു പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കുറെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ സ്റ്റാർ.